മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 23/12/1985 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഭരണിയാണ് നക്ഷത്രം. ഭരണി 3-ാം പാദം. മകരലഗ്നം. ലഗ്നത്തിൽ വ്യാഴം. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ ചന്ദ്രൻ, ഗുളികൻ, രാഹു. 5, 6, 7, 8, 9 ഭാവങ്ങൾ ശൂന്യം. 10-ൽ കുജൻ, കേതു. 11-ൽ ബുധൻ, ശനി. 12-ൽ സൂര്യൻ, ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത്. വിവാഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ 1, 2, 3, 4, 5, 6, 7. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ നിൽക്കുന്നത് 4-ൽ. ഗുളികനോട് ചേർന്ന് രാഹുവിനോടൊപ്പം. 4-ാം ഭാവത്തിൻ്റെ അധിപനാവട്ടെ നിൽക്കുന്നത് 10-ൽ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ്. രാഹു എന്ന് പറയുമ്പോൾ ചന്ദ്രനോടൊപ്പവും ഗുളികനോടൊപ്പവും നിൽക്കുന്ന രാഹുവാണ്. അപ്പോൾ ഇത്തരം വ്യക്തികൾ പൊതുവെ ഈ മനസ്സിൻ്റെ കാരകൻ കൂടിയാണ്, മാതൃകാരകൻ കൂടിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ചന്ദ്രൻ ഗുളികനോടൊപ്പം നിൽക്കുന്നത് അങ്ങേയറ്റം നെഗറ്റീവായിട്ടുള്ള ഒരു പൊസിഷനാണ്. അവിടേക്ക് രാഹുവും കൂടെ വരുന്നു എന്ന് പറയുന്നത് അതിലും മോശമാണ്. സ്വസ്ഥതയുള്ള ഒരു മനസ്സ് ഈ വ്യക്തിക്ക് ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരവസ്ഥ നിത്യേന ഓരോ ദിവസവും ഓരോ രൂപത്തിൽ, ഓരോ ഭാവത്തിൽ, ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുമെന്ന് സാരം. അതിൽ വിവാഹ ജീവിതം പരമപ്രധാനവുമാണ്. കാരണം 7-ാം ഭാവാധിപനായിട്ട് മനസ്സിൻ്റെ കാരകനായ, മാതൃകാരകനായ ചന്ദ്രൻ വരികയും ആ ചന്ദ്രൻ ഗുളികനോടൊപ്പം രാഹുവിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായിട്ട് ഒട്ടും തൃപ്തികരമായിരിക്കില്ല വിവാഹ ജീവിതമെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ, വഴക്കുകൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ പോലെയുള്ള കാര്യങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഇദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കണമെന്നത് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിർഭാഗ്യവശാൽ വിവാഹത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം തന്നെ അതിന് കാരണക്കാരനായി 4-ൽ വരികയും ചെയ്തു. അപ്പോൾ വിവാഹ ജീവിതം വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള, ഇദ്ദേഹത്തിന് ഒട്ടും യോജിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ, വാക്കുകൾ, ചിന്തകൾ, പ്രവർത്തികൾ ഒക്കെ ആ വ്യക്തിയിൽ നിന്നും ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായി വരാം. അതങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് വിവാഹത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അധിപൻ കുജൻ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊപ്പം നിൽക്കുന്നു. അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ ഗ്രഹങ്ങളും, അതായത് ചന്ദ്രൻ തൊട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വ്യാഴമായിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, ശുക്രനായിക്കോട്ടെ, ബുധനായിക്കോട്ടെ, ശനി ആയിക്കോട്ടെ, കുജനായിക്കോട്ടെ, എല്ലാം തന്നെ, അതായത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും അപ്പുറമായി യാതൊരുവിധ ഗ്രഹങ്ങളും തന്നെ ഇല്ല. ഇത്തരം ഗ്രഹനിലകളൊക്കെ പൊതുവെ അല്പം ജീവിത അഭിവൃദ്ധി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊരല്പം ടഫാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നം. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ്. 11-ലാണ് നിൽക്കുന്നത്. കുജൻ്റെ ക്ഷേത്രത്തിലാണ് എങ്കിൽ പോലും 11-ലെ ശനി അത്യാവശ്യം നല്ലത് തന്നെയാണ്. ലഗ്നത്തിൽ ഗുരു, അതായത് മകരത്തിൽ വ്യാഴം നീചനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നീചാനുഭവങ്ങളെല്ലാം ഉണ്ടായ ശേഷമായിരിക്കും ഇത്തരം വ്യക്തികൾക്ക് അഭിവൃദ്ധി, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം നടന്നു പോവുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ലഭിക്കുന്നത്. ഇവിടെ അതിനോട് തുല്യം തന്നെ, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിനോട് തുല്യമായി തന്നെ പറയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ്. ഇവിടെ അത് 1, 2, 3, 4, 5. 5-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമാണ്. വിവാഹകാരകനുമാണ് ഏതൊരു ഗ്രഹനിലയിലും. അപ്പോൾ അങ്ങനെയുള്ള ശുക്രൻ 12-ൽ ശത്രുവായ സൂര്യനോടൊപ്പം നിൽക്കുന്നു. അവിടേക്ക് രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9. നല്ലതല്ല. അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള 2
ഏരിയകൾ, വിവാഹ അധിപൻ നിൽക്കുന്ന രാശി, അതുപോലെ തന്നെ അതിൻ്റെ അധിപൻ, അതുപോലെ തന്നെ ചന്ദ്രൻ, 7ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ നിൽക്കുന്ന ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ഗുളികനോടൊപ്പവും രാഹുവിനോടൊപ്പവും. വിവാഹകാരകനാകട്ടെ ശത്രുവായ സൂര്യനോടൊപ്പം 12-ൽ, അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായിട്ട് ഒട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രഹനിലയേ അല്ല ഇത്. വിവാഹ സംബന്ധമായി ഏത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതൊരു തർക്കത്തിലോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയിലോ മാത്രമേ അത്തരം കാര്യങ്ങളെല്ലാം അവസാനിക്കുകയുള്ളൂ. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ചും ഇദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കുന്നത് രാഹുദശയിൽ കൂടാണ്. അതായത് 30/3/2015 തൊട്ട് ഇദ്ദേഹത്തിന് 2033 മാർച്ച് 29-ാം തീയതി വരെ രാഹുദശയാണ്. രാഹു എന്ന് പറയുമ്പോൾ ചന്ദ്രനോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹു മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ അദ്ദേഹം അനുഭവിക്കുമെന്ന് സാരം. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഹുദശയൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഗുരുദശ, സ്വാപഹാരമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി പ്രകൃതിയാൽ തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നതുമാണ്. അതിനുള്ള ജാതക യോഗവുമുണ്ട്. പക്ഷേ ഈ രാഹുദശയെ, ഇത്തരം രാഹുവിനെയൊക്കെ തീർത്തെടുക്കുന്നത് ഒരല്പം ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ നല്ല രീതിയിൽ മനസ്സിനെ വിഷമിപ്പിക്കുക അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൃത്യമായി നടന്ന് അതിൻ്റെ എല്ലാ ദോഷഫലങ്ങളും വ്യക്തി സംബന്ധമായി അനുഭവിച്ച ശേഷം മാത്രമായിരിക്കും പിന്നീടുള്ള മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചന്ദ്രനോടൊപ്പം, മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനോടൊപ്പം ഏതൊരാൾക്കും ഗുളികൻ നിൽക്കുന്നുവെങ്കിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. കാരണം ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷനിൽ നിൽക്കുന്ന കുറേ ആളുകൾ ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതിൽ തന്നെ കുറഞ്ഞ പക്ഷം ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങൾക്ക് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വിഫലമായവരുണ്ട്, അതിൽ തന്നെ മുന്നോട്ട് പോയ ആളുകളുണ്ട്. ഈ ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏതൊരു ജാതകത്തിലും എത്ര മഹായോഗങ്ങൾ നിന്നാൽ തന്നെയും ഒട്ടും നല്ലതല്ല എന്ന് തിരിച്ചറിയുക. അവിടേക്ക് രാഹുവും കൂടെ നിൽക്കുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിച്ച പോലെയുള്ള അനുഭവങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിനുണ്ടാകുമെന്ന് സാരം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരിക്കില്ല. എന്താണോ മനസ്സ് ബുദ്ധിമുട്ടാകേണ്ടത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ടത് അത്തരം കാര്യങ്ങളിലേക്ക് ഇവർ ഓട്ടോമാറ്റിക്കലി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, സ്വാഭാവികമായും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അത് ഒരുപക്ഷെ ഇവർ അറിഞ്ഞാവാം, അറിയാതെയും ആവാം. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ സഹോദരൻ 3ാം ഭാവം, അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അതായത് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി. അതുപോലെ തന്നെ നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു 6, 7, 9, 12 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സഹോദര സ്ഥാനത്തിൻ്റെ അധിപനാവട്ടെ നീചത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ സഹോദരനുമായി ബന്ധപ്പെട്ട് നീചമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ കയ്പേറിയ അനുഭവങ്ങൾ, ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. സഹോദരനുമായി വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അതിന് കാരണം സഹോദരൻ്റെ ജീവിത രീതികളും ചിന്താരീതികളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ്. സഹോദരനെ കൊണ്ടൊരു ഗുണം ലഭിക്കില്ല എന്ന് സാരം, മറിച്ച് ദോഷങ്ങൾ കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. അതും ഈ വ്യക്തിയുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒരു പ്രധാന കാരണം തന്നെയാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വിവാഹ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നേരത്തെ പറഞ്ഞു മാതാവിൻ്റെ കാരകൻ കൂടിയാണ് ചന്ദ്രൻ എന്ന്. ചന്ദ്രൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഈ ഗ്രഹനിലയിലെന്നും പറഞ്ഞു. അപ്പോൾ മാതാവിൻ്റെ കാരകൻ എന്ന് പറയുമ്പോൾ മാതാവ് ഇദ്ദേഹത്തിന് വേണ്ടി ശരി എന്ന രീതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യക്ഷത്തിൽ അത് ശരിയെന്ന് തോന്നുകയും എന്നാൽ പ്രാവർത്തികമായി വരുമ്പോൾ അത് വലിയൊരു തെറ്റായി മാറുകയും ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ വിവാഹവും അങ്ങനെ തന്നെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയുടെ അവസ്ഥ തന്നെയാണിത്. പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ട് ഈ വ്യക്തിക്ക് ആനുകൂല്യങ്ങൾ വളരെ കുറവാണ്. എങ്ങനെ, അതായത് 7ാം ഭാവം വെച്ചായാലും അല്ലെങ്കിൽ 7ാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് വെച്ചായാലും അല്ലെങ്കിൽ വിവാഹകാരകനായ ശുക്രൻ നിൽക്കുന്നത് വെച്ചായാലും 3 പോയിൻറ്റ്സും വളരെ നിർണായകമായിട്ടുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പോയിൻറ്റ്സും ഈ വ്യക്തിക്ക് അനുകൂലമേ അല്ല. എന്തൊക്കെയാണ് ആ 3 പോയിൻറ്റ്സ്? 1, 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 4-ൽ ഗുളികനും ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു. 2, ആ രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് കേതുവിനോടൊപ്പം 10-ൽ നിൽക്കുന്നു. അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനാവട്ടെ 12-ൽ ശത്രുവായ സൂര്യനോടൊപ്പം
രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു. എങ്ങനെയുള്ള രാഹു? ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹു. ആഘാതം കൂടും എന്ന് സാരം. വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ ഇത്തരം ആളുകൾ മുന്നോട്ട് പോകാവൂ. അത് പ്രത്യേകിച്ചും ഈ 4-ാം ഭാവാധിപനായിട്ട്, അതായത് ഈ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വരുന്നയാളിന് അല്പസ്വല്പം കടുംപിടുത്തം, വാശി, ദുർവാശി പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിച്ചത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞാനാണ് ശരി എന്ന് പറയുന്ന വാദമുഖങ്ങളൊക്കെ എപ്പോഴും ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒട്ടും പരിഗണന എന്ന് പറയുന്ന ഒരു കാര്യം ഈ വ്യക്തിക്ക് ലഭിക്കില്ല എന്ന് സാരം, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ. അതാണ് ഇതിനകത്ത് പ്രധാന പോയിൻ്റ്. ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. അത് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്ന മുറയ്ക്ക് ഒരു പരിധിവരെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എന്നാലും അദ്ദേഹം അലോസരപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായ അവസ്ഥകൾ ഇനിയും ഉണ്ടാകാം. അതിനു വേണ്ടുന്ന മുൻകരുതലും കൃത്യമായി എടുക്കണമെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും രാഹു ദശ തീരുന്ന 2033 മാർച്ച് 29 വരെ എല്ലാ കാര്യങ്ങളും ഒരല്പസ്വല്പം സൂക്ഷിച്ചും ജാഗ്രതയോടെയും മാത്രമേ സമീപിക്കാവൂ എന്ന് സാരം. നവാംശത്തിലാകട്ടെ ചന്ദ്രൻ നിൽക്കുന്നത് ശനിയോടൊപ്പമാണ്. ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ചന്ദ്രൻ ഗുരുവിനോട്, അതായത് വ്യാഴത്തോടൊപ്പമൊക്കെ ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേന്ദ്രഭാവങ്ങളിൽ വന്നു കഴിഞ്ഞാലൊക്കെ അത് ഗജകേസരി യോഗം പോലെയുള്ള വലിയ യോഗങ്ങളെ കൊടുക്കും. പക്ഷേ ചന്ദ്രനോടൊപ്പം രാഹു, ചന്ദ്രനോടൊപ്പം കേതു, ചന്ദ്രനോടൊപ്പം ഗുളികൻ, ചന്ദ്രനോടൊപ്പം ശനി എന്നൊക്കെ പറയുന്നത് ഒട്ടും നല്ലതല്ല ആരുടെ ഗ്രഹനിലയിലും. ചില ആളുകൾ കണ്ടിട്ടില്ല, ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. ടെൻഷൻ ഇല്ലാതെ അവർക്കൊരു ദിവസത്തെ കടത്തിവിടാൻ പറ്റില്ല. അത്തരം ആളുകളുടെ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ മേൽ പറഞ്ഞ ഗുളികൻ്റെയോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ശനിയുടെയോ ഒക്കെ ഒരു സാമീപ്യം ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശുക്രദശയിലായിരുന്നു ജനനം. ഭരണിയാണ് നക്ഷത്രം. 92 വരെ ശുക്രൻ, അതിനുശേഷം 98 വരെ സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം 2008 വരെ ചന്ദ്രൻ, അതിനുശേഷം കുജദശ 2015 വരെ, അതിനുശേഷമാണ് രാഹു 18 കൊല്ലം 2033 വരെ, അതിനുശേഷം വ്യാഴം, ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം 29/3/2049 വരെ, അതിനുശേഷമാണ് ശനി 29/3/2068 വരെ, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ ബുധൻ്റെ അപഹാരമാണ്. ഈ രാഹുദശ ഇദ്ദേഹത്തെ തീർത്തെടുക്കാൻ ബുദ്ധിപരമായും ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ഒരല്പം ക്ഷമ കാണിച്ചുകൊണ്ടും രാഹുദശയെ തീർത്തെടുത്താൽ വ്യാഴദശ കയറുകയും എൻ്റെ സ്വാപഹാരമൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി പോവുക തന്നെ ചെയ്യും. പക്ഷെ ഒരല്പം ബുദ്ധിമുട്ടേറിയ കയ്പേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് സംശയമില്ലാതെ തന്നെ പറയാം. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.